Hi dear friends, welcome to yet another session of daily phrasal verbs. അപ്പോൾ daily phrasal verbsൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് bring എന്നുള്ള വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള phrasal verb അല്ലേ. അപ്പോൾ അതിൽ ഇന്നും ബാക്കി നമ്മൾ bringൽ കുറച്ച് phrasal verbs ഒക്കെ നമ്മൾ രണ്ട് സെഷൻസിലായിട്ട് നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ബാക്കിയുള്ള 3 phrasal verbs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. സോ ആ phrasal verbs ഏതൊക്കെയാണ്, അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫ്രേസൽ വെർബാണ് ബ്രിങ് എറൗണ്ട്. യെസ്, ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇഫ് you bring someone around you make them become conscious. Again, അപ്പോൾ ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യണ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും, ഇപ്പോൾ ബോധം കെട്ട് വീണ ആരെങ്കിലും നമ്മൾ അവരെ കോൺഷ്യസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ, ഇഫ് വി ബ്രിങ് ദം ബാക്ക് ടു കോൺഷ്യസ്നെസ് ആണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, I fell suddenly I fell unconscious. It is he who brought me around consciousness. It is he who brought me around consciousness. അപ്പം അയാളാണ് എന്നെ എന്താ പറയുക, കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ ഒരു മീനിങ്ങിൽ, അപ്പോൾ ബോധം കെട്ട് വീണ ഒരാളെ അവരുടെ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ, പിന്നെയും നമ്മൾ അവരെ കോൺഷ്യസ് ആക്കുവാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഫ്രേസൽ വെർബ് യൂസ് ചെയ്യണ വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്, ഇഫ് യു ബ്രിങ് അറൗണ്ട് സംവൺ, യു കൺവിൻസ് ദം to accept your plan അല്ലെങ്കിൽ idea or whatever it may be. Okay, you convince them to accept your plan. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, you make them to change their opinion and accept yours. Yes, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ആണ്, നമ്മൾ ആരെയെങ്കിലും നമ്മൾ ബ്രിങ് അറൗണ്ട് ചെയ്തു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അത് ഏത് കോണ്ടെക്സ്റ്റാണെന്ന് വെച്ചാൽ, ഒരാളിപ്പോൾ നമ്മൾ പറയണ എന്തെങ്കിലും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരാളെ കൺവീൻസ് ചെയ്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുതന്നെ, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. Say for example, we'll do everything we could do to bring the parliament around to our plans, ഞങ്ങളുടെ പ്ലാൻസിലേക്ക് അല്ലെങ്കിൽ അറൗണ്ട് ടു അവർ ഐഡിയാസ്, ഞങ്ങളുടെ ഐഡിയാസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ചെയ്യും. അങ്ങനെ അയാളുടെ ഒരു ഒപ്പീനിയൻ മാറ്റി, അല്ലെങ്കിൽ ആ ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മുടെ പ്ലാനിനെ അക്സെപ്റ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിനെ അക്സെപ്റ്റ് ചെയ്യിക്കണം. ആ ഒരു സമയം, ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണേ.
ഒന്ന് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്താ പറയുക അൺകോൺഷ്യസ് ആയാൽ നമ്മൾ അവരെ കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവരെ കോൺഷ്യസ് ആക്കുവാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അവരെ ബ്രിങ് അറൗണ്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ആണ് എന്താ പറയുക ആരുടെയെങ്കിലും ഒരാളുടെ ഒപ്പീനിയൻ, ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ അത് അവർ എന്താ പറയുക അത് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ അക്സെപ്റ്റ് ചെയ്യുക, അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം? ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ നെക്സ്റ്റ് ഫ്രേസൽ വേർബാണ് ബ്രിങ് ഓൺ. ബ്രിങ് ഓൺ. ബ്രിങ് ഓൺ എന്നുള്ള ഫ്രേസൽ വേർബ് നമ്മൾ നോക്കാൻ പോണത് അത് കോമൺ ആയി യൂസ് ചെയ്യണ ഒരൊറ്റ കോണ്ടെക്സ്റ്റ് ആണ്. ഏതാന്ന് വെച്ചാൽ if something brings on an illness, something brings on an illness, pain, അങ്ങനെ an illness, pain which you are suffering frequently, it causes you to have it. It causes you to have it. അല്ലേ? കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ മീനിങ് അല്ലേ? യെസ്, ഇവിടുത്തെ കോമ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം മീനിങ്ങിൻ്റെ മീനിങ് നോക്കാം. ഇഫ് സംതിങ് ബ്രിങ്സ് ഓൺ ആൻ ഇൽനെസ് ഓർ പെയിൻ, എന്തെങ്കിലും ഒരു കാര്യം ഒരു എന്താ പറയുക ഒരു ഇൽനെസ് അല്ലേ, ഒരു സുഖമില്ലായ്മ, ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു പെയിൻ അങ്ങനെ എന്തെങ്കിലും ബ്രിങ് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ വിച്ച് യു ആർ സഫറിങ് ഫ്രീക്വൻ്റ്ലി, നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ ആ ഒരു ഇൽനെസ് അല്ലെങ്കിൽ പെയിന് കാരണം നമ്മൾ സഫർ ചെയ്യുവാണെങ്കിൽ അവിടെ ഇറ്റ് കോസസ് യു ടു ഹാവ് ഇറ്റ്, അതായത് ഈ സംതിങ്ങിൻ്റെ ആണ് ഈ ഇറ്റ്. ഓക്കെ, ഈ സംതിങ്ങിൻ്റെ ആണ് ഈ ഇറ്റ് എന്നുള്ള പ്രോനൗൺ, അതുകൊണ്ടാണ് നമ്മളിവിടെ കോമ യൂസ് ചെയ്തത്. സോ ഇറ്റ് കോസസ് യു ടു ഹാവ് ഇറ്റ്. അപ്പോൾ ഏത് കാര്യമാണോ നമുക്ക് ഇൽനെസ് അല്ലെങ്കിൽ പെയിൻ ബ്രിങ് ഓൺ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ് ആ കാര്യമായിരിക്കും നമുക്ക് ആ ഇൽനെസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോബി ഡൈഡ് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു എ ഹാർട്ട് അറ്റാക്ക്. നമുക്ക് എങ്ങനെ പറയാം? ബോബി ഡൈഡ് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ബോബി ഡൈഡ് ഡ്യൂ ടു എ ഹാർട്ട് അറ്റാക്ക് ബ്രോട്ട് ഓൺ ബൈ ഹിസ് ഹാബിറ്റ്സ്. അയാളുടെ ഹാബിറ്റ്സ് ആണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്നതിൻ്റെ കാരണം അയാളുടെ ഹാബിറ്റ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഇൽനെസ്സിനെയോ ഒരു പെയിനിനെയോ ബ്രിങ് ഓൺ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരു സംഭവം കാരണമാണ് നമുക്ക് ആ ഒരു ഇൽനെസ് അല്ലെങ്കിൽ പെയിന് വന്നത്. He is suffering frequently from cold. His carelessness brought on this issue. His carelessness is bringing on this problem. അയാളുടെ കെയർലെസ്നെസ് ആണ് ഈ പ്രശ്നം എപ്പോഴും ഉണ്ടാക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഒരു ഇൽനെസ് അല്ലെങ്കിൽ പെയിനിന് കാരണമാവുകയാണെങ്കിൽ അതാണ് നമ്മുടെ എന്താ പറയുക ആ സാധനം ആണ് അത് ബ്രിങ് ഓൺ ചെയ്തു എന്ന് നമ്മൾ പറയുക. യെസ്, ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് ഫ്രേസൽ വെർബാണ് ബ്രിങ്ങിൻ്റെ തന്നെ ലാസ്റ്റ് ഫ്രേസൽ വെർബാണ് ബ്രിങ് അപ്പ് എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് രണ്ട് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യാറ്. ഒന്ന് നമുക്കറിയാം, നമ്മൾ കോമൺ ആയി നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്നൊരു വേർഡാണല്ലേ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ somebody took care of the child until it becomes an adult. Okay. ഇനി
നമുക്കിത് വേറെ രീതിയിൽ പറയാം. എങ്ങനെ ഇതേ ഒരു മീനിങ് നമുക്ക് വേറെ എന്താ പറയുക, ഈ ഒരു സെയിം മീനിങ്, അതായത് ഇങ്ങനെ വളരുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നമുക്ക് പല പല കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാം. നോക്കിക്കോളൂ. ഇഫ് എ പേഴ്സൺ ഗ്രോസ് അപ്പ് in a place or grows up in a place അല്ലെങ്കിൽ with some attitude, grows up in a place or with some attitude, yes, which the person is taught to be. അതായത് നമ്മൾ ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് നമ്മൾ സെയിം മീനിങ്ങിൽ നമുക്ക് രണ്ട് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഏതെങ്കിലും ഒരു പേഴ്സൺ, ഇപ്പം ഹി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹിസ് ഗ്രാൻഡ് പാരൻസ്, അവനെ വളർത്തിയത് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വേറൊരാളല്ലേ, അവർ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവർ അഡൽട്ട് ആവണ വരെ അവരുടെ കാര്യങ്ങൾ ആരെങ്കിലും ലുക്ക് ആഫ്റ്റർ ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്താൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാം ഹീ ഈസ് ബ്രോട്ട് അപ്പ് ബൈ ഹിസ് ഗ്രാൻഡ് പാരൻസ്, അല്ലെങ്കിൽ ദ ഗ്രാൻഡ് പാരൻസ് ആർ engaged in bringing up their two grandchildren. രണ്ട് ഗ്രാൻഡ് ചിൽഡ്രനെ എന്താ പറയുക, വളർത്തുന്നതിൽ അവർ ബിസിയാണ്. അങ്ങനെ ഒരാൾ വളർത്തുവാണ് എന്ന് പറയണം, ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അയാൾ സ്വിറ്റ്സർലാൻഡിലാണ് അയാൾ ജനിച്ചു വളർന്നത്. He was brought up in Switzerland. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിലാണ് ആ ആള് വളർന്നത്. നോക്കിക്കോളൂ, ഇഫ് എ പേഴ്സൺ ഗ്രോസ് അപ്പ് ഇൻ എ പ്ലേസ്, അല്ലേ, ഒരു പേഴ്സൺ അവിടെയാണ് വളർന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തോട്ട് പ്രോസസ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു തോട്ട്, ഒരു ഐഡിയ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു വ്യൂ, ഒരു ആറ്റിറ്റ്യൂഡ്, എന്തായാലും ആ ഒരു അതോടുകൂടിയാണ് വളർന്നതെന്ന് നമ്മൾ പറയുവാണെങ്കിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയോട് കൂടിയാണ് വളർന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ആളെ അങ്ങനെ ആവണം എന്ന് പറഞ്ഞാണ്, അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയതാണെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് സെയിം ഫ്രേസൽ വേർബ്, ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. വി വെർ ബ്രോട്ട് അപ്പ്, നമുക്ക് എങ്ങനെ പറയാം? വി വെർ ബ്രോട്ട് അപ്പ് ടു തിങ്ക് ദാറ്റ് ബോറോയിങ് മണി ഈസ് ബാഡ്, അല്ലേ? ഞങ്ങളെ എന്താ പറയുക, പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൈസ കടം മേടിക്കണത് മോശമാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെ, അങ്ങനെ പഠിപ്പിച്ചാണ് ഞങ്ങളെ വളർത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളെ വളർത്തിയത്. ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യണ വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്, ഇഫ് യു bring up something you put forward it in a discussion or conversation. അതിപ്പോൾ ഡിസ്കഷനോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കോ, അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അവിടെ ബ്രിങ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലല്ലേ, ആ ഒരു കാര്യം നമ്മൾ അവിടുത്തെ ഒരു ചർച്ചാ വിഷയമാക്കുവാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടുത്തെ സംസാര വിഷയം നമ്മൾ ആക്കുവാണെങ്കിൽ, ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. He brought up some എന്താ പറയുക, rare ideas. എന്താ പറയുക, ഡ്യൂറിങ് ദ ടൈം ഓഫ് ക്യാമ്പയിൻ്റെ സമയത്ത് അയാൾ കുറച്ച് പുതിയ ഐഡിയാസ്, ഒരു ഡിസ്കഷൻ്റെ ഒരു ടോപ്പിക്കാക്കി, അല്ലെങ്കിൽ കുറച്ച് പുതിയ ഐഡിയോളജീസ് ആ ഒരു കോൺവെർസേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഭാഗമാക്കി
അവിടുത്തെ ആ ഒരു ക്യാമ്പയിൻ്റെ ചർച്ചയിൽ നമ്മൾ ആ ക്യാമ്പയിനിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമല്ലോ, ഡിസ്കഷൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഡിസ്കഷൻസിൽ അങ്ങനത്തെ കാര്യങ്ങൾ അയാൾ റേസ് ചെയ്തു. സോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടുത്തെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ആക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ. വൈ ആർ യു ബ്രിങ്ങിങ് അപ്പ് ദീസ് എന്താ പറയുക old rubbish stories now? Why are you bringing up these old rubbish stories now? Like ഇപ്പം എന്തിനാണ് ഈ പഴയ റബ്ബിഷ് സ്റ്റോറീസ് അല്ലെങ്കിൽ എന്താ പറയുക വേണ്ടാത്ത കഥകളൊക്കെ എന്തിനാണ് ഇപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്? യെസ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളത് ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ആക്കുകയാണെങ്കിൽ there we can use the phrasal verb bring up. യെസ്, അപ്പം നമ്മളിന്ന് ഇവിടെ 3 ഫ്രേസൽ വേർബ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ബ്രിങ്ങിന് വെച്ചിട്ടുള്ള സ്ഥിരമായി എക്സാംസിൽ ചോദിക്കാറുള്ള ഒരുമാതിരിപ്പെട്ട ഫ്രേസൽ വേർബ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് അല്ലേ ബാക്കി ഉണ്ടായിരുന്ന 3 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഒന്ന് ബ്രിങ് അറൗണ്ട് ആയിരുന്നു. 2 കോണ്ടെക്സ്റ്റിൽ നമുക്ക് ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ കൺവീൻസ് ചെയ്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീനിങ് ആണ് എന്താ പറയുക, ഒരാൾ അൺകോൺഷ്യസ് ആയാലും അതായത് ബോധം കെട്ട് വീണാൽ അവരെ തിരിച്ച് ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാണ്, നമ്മൾ അവരെ കോൺഷ്യസ് ആക്കുകയാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റിലും നമുക്ക് ബ്രിങ് അറൗണ്ട് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ട ഫ്രേസൽ വേർബ് ആയിരുന്നു ബ്രിങ് ഓൺ. ബ്രിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു സംഭവം കാരണമാണ് നമ്മൾ സഫർ ചെയ്യണ ഒരു ഇൽനെസ്സോ അല്ലെങ്കിൽ ഒരു പെയിനൊക്കെ ആണെങ്കിൽ ആ ഒരു സംഭവം ആ റീസണിനെയാണ് നമ്മൾ ആ ഒരു റീസൺ കാരണമാണ് ഈ പ്രശ്നം വന്നതെന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം? ബ്രിങ് ഓൺ എന്നുള്ള ഫ്രേസ്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം ബ്രിങ് ഓൺ ചെയ്തത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ കണ്ട ലാസ്റ്റ് ഫ്രേസൽ വെർബാണ് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ മെയിനായിട്ട് 2 കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യണത്. ഒന്ന് എന്താണ്, ഇങ്ങനെ വളർന്നു വരിക അല്ലെങ്കിൽ വളർത്തുക, ആ ഒരു മീനിങ്ങിൽ നമ്മൾ ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യും. അതിൽ തന്നെ നമുക്ക് 2 രീതിയിൽ അത് യൂസ് ചെയ്യാം. ഒന്ന് എന്താണ്, എന്നെ ഇന്ന ആൾ വളർത്തി അല്ലെങ്കിൽ ഇന്ന ആളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ എനിക്ക് ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഒരാൾ ഇന്ന സ്ഥലത്താണ് വളർന്നതെന്ന് പറയണത് അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഒരാൾക്ക് ഇന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി അല്ലേ, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വാല്യൂ വാട്ട് എവർ ഇറ്റ് മേ ബി അവർക്കതങ്ങനെ പഠിപ്പിച്ച് വളർത്തിയതാണ് അല്ലേ, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വളർന്നതെന്ന് പറയണം. അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലും നമുക്ക് ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബ്രിങ് അപ്പ് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആക്കി അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ആക്കിയെങ്കിൽ നമുക്ക് അവിടെ ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ബ്രിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രേസൽ വെർബ്സും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ബ്രിങ് ഒക്കെ എപ്പോഴും നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ കാര്യമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് ഫ്രേസൽ വെർബ്സിൻ്റെ സെഷനിൽ നമുക്കൊരു പുതിയ വെർബുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.